Hello, Ansar Muhammed with you. നമ്മുടെ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ 4ാമത്തെ ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സാധാരണ എല്ലാവരും പറയുന്നൊരു പ്രശ്നമാണ്, എനിക്ക് പ്രസംഗിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ഒരു പ്രസംഗം ഉണ്ടാക്കുക എന്നുള്ളതാണ് വലിയ ഇടങ്ങേറ് പിടിച്ചൊരു കാര്യം. ആരെങ്കിലുമൊക്കെ ഒരു പ്രസംഗം ഉണ്ടാക്കി തരികയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അവതരിപ്പിച്ചു കൊള്ളാം എന്നാണ് പല ആളുകളും പറയാം. എങ്ങനെയാണ് ഈ ആളുകൾ ഈ പ്രസംഗം ഉണ്ടാക്കുന്നത്? പ്രസംഗം ഉണ്ടാക്കാനാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് പല ആളുകളും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരു പ്രസംഗം എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്നുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പ്രവാസികൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറയാറുണ്ട്, 100 പ്രവാസികൾ 5, 10, 15, 20 വർഷമൊക്കെയായി പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഒരു 100 പ്രവാസികളെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊരാൾ സാമ്പത്തികമായി നല്ല അഭിവൃദ്ധിയുള്ള ഒരാളായിരിക്കും, അത് പണക്കാരനായിരിക്കും. 100 പ്രവാസി എടുത്താൽ ഒരാൾ പണക്കാരനായിരിക്കും, 4 പേര് സാമ്പത്തികമായി സുരക്ഷിതരായിരിക്കും, ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അവർക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ടാലും അവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനത്തിനുള്ള സംവിധാനങ്ങളൊക്കെ അവർക്കുണ്ട്. അങ്ങനത്തെ 4 പേരെ 100-ൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു 15 ആളുകളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ബാങ്കിൽ ചെറിയൊരു പണമൊക്കെ ബാലൻസ് ഉണ്ട്, സേവിങ് ആയിട്ട് ചെറിയൊരു എമൗണ്ടൊക്കെ ഉണ്ട്, തൽക്കാലം പിടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റും. പക്ഷെ ഒരു വരുമാനമുള്ള സ്രോതസ്സുകളൊന്നും അവർക്കില്ല. അപ്പം ബാക്കി 80% ആളുകളുടെയും ഒരു പ്രശ്നം 15, 20, 25 വർഷമൊക്കെ ആയി ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ കയ്യിൽ ഒന്നും ബാക്കിയില്ല. ഒരു 10 ദിവസം കൊറോണ വന്നാൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പണമില്ല. അപ്പോൾ ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ അവരെ വന്ന് സഹായിക്കേണ്ടി വരും. അപ്പം ഞാൻ പറയുന്നത്, ഇതാണ് ഇന്ന് പ്രവാസ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത്, നമ്മൾ സാമ്പത്തികമായ ഒരു ബോധത്തിലേക്ക് വരിക. നമ്മൾ ഗൾഫിലേക്ക് വന്നത് സമ്പത്ത് സമ്പാദിക്കാൻ വേണ്ടിയാണ്, നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, നമ്മുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ഓരോ പണവും സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് ഒരു ചെറിയ എമൗണ്ടൊക്കെ മാറ്റി വെച്ച് നാളേക്ക് വേണ്ടി, ഒരു പ്രയാസമുള്ളൊരു ഘട്ടം നാളെ വരുമ്പം, ഒരു ജോലി നഷ്ടപ്പെട്ടാൽ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു ഘട്ടം വരുമ്പം ആ സമയത്തൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു ചെറിയ സമ്പാദ്യം നമുക്ക് ഉണ്ടാക്കണം എന്നതാണ് നമുക്ക് പറയാനുള്ളത് എന്ന് നമ്മൾ പറയും. അപ്പോൾ അത് പറഞ്ഞ് നമ്മൾ പറയും, ഇതാണ് നമ്മുടെ പ്രശ്നം, ഈ പ്രശ്നത്തിന് നമ്മൾ സാമ്പത്തിക ബോധം ഉണ്ടാകുക എന്നുള്ളതാണ് എൻ്റെ പരിഹാരം. അതുകൊണ്ട് എൻ്റെ ഈ പ്രസംഗം കേട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു ആക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ശമ്പളത്തിൻ്റെ ഒരു 20% എല്ലാ മാസവും നിങ്ങൾ മാറ്റി വെക്കണം. അത് നമ്മുടെ നാളേക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കണം എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ അവസാനം പറയാം. അപ്പോൾ ഇതാണ് 1ാമത്തെ പോയിന്റ്. ഏത് പ്രസംഗം നമ്മൾ എഴുതുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1ാമത്തെ ഒരു കാര്യം, ഫൈൻഡ് ദ പ്രോബ്ലം ടു ബി സോൾവ്ഡ്. നമുക്ക് എന്ത് പ്രശ്നമാണ് ഈ ഒരു സംസാരം കൊണ്ട് പരിഹരിക്കേണ്ടത് എന്ന് നമ്മൾ എഴുതണം. അപ്പോൾ നമ്മൾ പറയും, പ്രവാസികളുടെ പ്രശ്നം ഇതാണ്, അതിന് പരിഹാരം സാമ്പത്തിക അവബോധം ഉണ്ടാവലാണ്. അപ്പോൾ അതിൻ്റെ ആക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളൊരു 20% നിങ്ങളുടെ ശമ്പളം മാറ്റി വെക്കണം. അപ്പോൾ എന്തായി? ഈ ഒരു പ്രസംഗം കൊണ്ട് ഒരു പ്രശ്നം പരിഹരിക്കാൻ, സാമ്പത്തിക അച്ചടക്കമില്ലാത്ത പ്രവാസികളിൽ ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരിക എന്നതാണ് ഈ ഒരു പ്രസംഗത്തിൻ്റെ ലക്ഷ്യം. അപ്പം അത് നമ്മൾ എഴുതണം. എന്ത് പ്രശ്നമാണ് എൻ്റെ ഈ പ്രസംഗം കൊണ്ട് ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത് എന്ന് എഴുതി വെക്കാൻ നമുക്ക് പറ്റണം. ഇതാണ് 1ാമത്തെ പോയിന്റ്. 2ാമത്തെ പോയിന്റ്, നിങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകണം, അങ്ങനെ ആക്കണം, നിങ്ങൾക്ക് നാളെ ജീവിക്കണ്ടേ, അതുകൊണ്ട് സാമ്പത്തികമായി നിങ്ങൾ സുരക്ഷിതരാവണം, സാമ്പത്തിക അച്ചടക്കം പാലിക്കണം, ഇങ്ങനെ പറഞ്ഞാൽ അത് ആളുകൾക്ക് ഇഷ്ടാവില്ല, അത് ആളുകളിലേക്ക് എത്തില്ല, ആ ഒരു മെസ്സേജ് ആളുകളിലേക്ക് എത്തില്ല, ഓഡിയൻസ് നമ്മൾക്ക് കണക്റ്റ് ആവില്ല. അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രധാനമായ കാര്യം, നമ്മൾ അവരെ ഇമോഷണലി ഈ കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അത് ഇമോഷണലി പറഞ്ഞാലേ അത് അവരെ സ്വാധീനിക്കുള്ളൂ. അവരെ സ്വാധീനിച്ചാലേ ആ പ്രസംഗം കൊണ്ട് ഒരു കാര്യം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പ്രസംഗം എഴുതുമ്പം, ഒരു പ്രസംഗം പ്രിപ്പയർ ചെയ്യുമ്പം ഈ ഒരു വിഷയം എങ്ങനെ ഇമോഷണലി അവരിലേക്ക് എത്തിക്കാം എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പം ഞാൻ സാധാരണ എൻ്റെ പ്രവാസികളോടുള്ള ക്ലാസ്സിൽ പറയാറുള്ള ഒരു കാര്യമാണ്, അപ്പോൾ ഒരു സുഹൃത്തെ, ഈ കൊറോണ വന്ന സമയത്ത് ആ സുഹൃത്തിൻ്റെ വാപ്പ മരണപ്പെട്ടു. അദ്ദേഹം ഇവിടെയാണുള്ളത്, അദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകാൻ ഫ്ലൈറ്റ് ഒന്നുമില്ല, അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. അപ്പം തൻ്റെ ജീവിതത്തിൽ തന്നെ പോറ്റി വളർത്തി വലുതാക്കി തൻ്റെ മകനെന്ന് അഭിമാനം പറയുന്ന പിതാവ്, ആ പിതാവ് മരിക്കുന്ന സമയത്ത് അവസാനമായി ആ പിതാവിന് ഒരു യാത്രയപ്പ് നൽകാൻ ഈ മകന് കഴിയുന്നില്ല
ആ മകൻ അവസാനമായി തൻ്റെ ഉപ്പയെ ഒന്നും കാണാൻ പറ്റുന്നില്ല. വീഡിയോ കോൾ വഴിയാണ് തൻ്റെ ജീവിതത്തെ വളർത്തി വലുതാക്കി അധ്വാനിച്ച് എന്നെ ഈ രൂപത്തിലാക്കിയ എൻ്റെ പിതാവിൻ്റെ അവസാനം ഞാൻ കാണുന്നത് ഒരു വീഡിയോ കോളിലൂടെ മാത്രമാണ്. അപ്പം നമ്മൾ സമ്പാദിക്കുന്ന ഒരു രൂപയ്ക്ക് എത്ര വിലയുണ്ട്. അപ്പം പ്രിയപ്പെട്ട പ്രവാസികളെ, നമ്മൾ അധ്വാനിച്ച് നേടുന്ന ഒരു റിയാലിന് 18, 19 കിട്ടുമ്പം അത് നമുക്ക് ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന ഇതുപോലത്തെ വലിയ നഷ്ടങ്ങളാണ്. ആ നഷ്ടങ്ങളുടെ ഫലമാണ് നമുക്ക് കിട്ടുന്ന ഈ റിയാലിൻ്റെ വാല്യൂ. അപ്പോൾ ആ പണം നമുക്ക് എങ്ങനെ കളയാൻ പറ്റും? ഒരു സഹോദരൻ്റെ ഉമ്മ ഹോസ്പിറ്റലായി, പെട്ടെന്ന് ഹോസ്പിറ്റലായി, കുഴഞ്ഞു വീണ് ഹോസ്പിറ്റലായി. അങ്ങനെ അദ്ദേഹം ഇവിടെ നിന്ന് എമർജൻസി ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോയി. 15 ദിവസത്തെ ലീവ് അടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ അദ്ദേഹം ഹോസ്പിറ്റലിലെത്തിയപ്പം ഉമ്മ ഒരു അർദ്ധ ബോധാവസ്ഥയിലാണുള്ളത്. ചെറിയ രൂപത്തിലൊരു കോൺഷ്യസേ ഉള്ളൂ. അങ്ങനെ ഈ മകൻ ചെന്ന് ഉമ്മൻ്റെ കൈ പിടിച്ചപ്പം ആ ഉമ്മയുടെ കണ്ണൊന്നരൽപ്പം ഇങ്ങനെയാണ് പൊന്തി. എന്നിട്ട് ആ ഉമ്മ മകനെ കാണണം. ഉമ്മക്കറിയാം ഞാൻ എന്തായാലും മരിക്കാനായി, എൻ്റെ അവസാനം അടുത്തു എന്ന് ആ ഉമ്മക്കറിയാം. അപ്പം എൻ്റെ എല്ലാ മക്കളും ഇവിടെയുണ്ട്. പ്രവാസിയായി ഈ മകൻ വന്നു. എന്നെ കണ്ടപ്പം ആ ഉമ്മയ്ക്ക് ആ മകനെ കണ്ട സന്തോഷത്തിൽ ആ ഉമ്മയുടെ കണ്ണിങ്ങനെ നിറഞ്ഞ് കണ്ണുനീരിങ്ങനെ വിട്ടാൻ തുടങ്ങി. അങ്ങനെ 15 ദിവസമായി ഉമ്മ മരിച്ചില്ല. അപ്പം ഈ ഒരു പ്രവാസി സഹോദരൻ ആകെ ആശങ്കയിലായി. എന്ത് ചെയ്യും? 15 ദിവസമായി, നാളെ എനിക്ക് തിരിച്ചു പോകണം. തിരിച്ചു പോയിട്ടില്ലെങ്കിൽ എൻ്റെ ജോലി എനിക്ക് കിട്ടില്ല. പക്ഷെ എന്നെ ഗർഭം ചുമന്ന് പ്രസവിച്ച് എന്നെ പോറ്റി വളർത്തി എന്നെ ഇത്രയും വലുപ്പത്തിൽ എത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലുത് എൻ്റെ ഉമ്മയാണ്. ആ ഉമ്മയെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആ ഉമ്മയിട്ട് ഞാൻ എങ്ങനെ പോകും? ആ ഒരു പ്രവാസിൻ്റെ മനസ്സിൻ്റെ ഒരു വേദനയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അപ്പോൾ ആളുകൾ പറഞ്ഞു, ഉമ്മ ഏതായാലും ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഉമ്മ ഇനി അധിക കാലം ഇരിക്കില്ല എന്നുള്ളതാണ്. അപ്പം നീ ഉമ്മയെ കണ്ടല്ലോ, ഉമ്മക്ക് നിന്നെ മനസ്സിലായും ചെയ്തു. ഇപ്പം ഉമ്മക്ക് ബോധം മുഴുവൻ പോയി. ഇനി നീ ഇവിടെ നിന്നത് കൊണ്ട് ഉമ്മക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. അപ്പം ഉമ്മ ഒരു പക്ഷേ പോകാം, നിന്റെ ജോലി നഷ്ടപ്പെടുത്തണ്ട, നീ തിരിച്ചു പോയിക്കോ, മോൻ സന്തോഷത്തോടു കൂടെ പോയിക്കോ. ഉമ്മയെ കണ്ടല്ലോ, അവസാനമായി ഉമ്മയെ ഒന്ന് കണ്ടല്ലോ. അങ്ങനെ മനസ്സോടുകൂടെ ആ ചെറുപ്പക്കാരൻ എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അവസാനമായി ഉമ്മൻ്റെ അടുത്ത് ഹോസ്പിറ്റലിലെത്തി. ആ ബെഡിൻ്റെ അരികിൽ ഇരുന്നിട്ട് ഉമ്മൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഞാൻ പോവാണ് ഉമ്മ എന്നതും പറഞ്ഞു. എന്നിട്ട് ആ കൈ പിടിച്ചു. അവൻ്റെ ഹൃദയം പിടക്കുന്നുണ്ട്. അങ്ങനെ ഉമ്മ ബോധമില്ലാതെ കിടക്കാണ്. ഏതായാലും വളരെ വിഷമത്തോടുകൂടെ അത് കണ്ടു നിന്ന ആളുകളൊക്കെ കരഞ്ഞു. കാരണം ആ ഒരു രംഗം അങ്ങനത്തെ ഒരു രംഗമാണ്. അവസാനം മനസ്സോടെ ആ ഉമ്മൻ്റെ കൈ ഇങ്ങനെ വിട്ട് അദ്ദേഹം തിരിച്ച് ഗൾഫിലേക്ക് എത്തുകയാണ്. ഇവിടെ എത്തി 2ാമത്തെ ദിവസം ആ ഉമ്മ മരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ തന്നെ താനാക്കി വളർത്തിയ സ്വന്തം ഉമ്മ, പെറ്റമ്മ, ആ ഉമ്മ മരിക്കുമ്പം അവിടെ ഉണ്ടായില്ല. ഇതാണ് പ്രവാസിയുടെ അവസ്ഥ. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു റിയാലിന് 16, 17, 18 ഒക്കെ രൂപ കിട്ടുന്നത് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ അവസാനമായി ഒന്ന് കാണാൻ പോലും പറ്റാത്ത ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതിന് പകരമായി കിട്ടുന്നതാണ് ഈ ഒരു പണം. അതുകൊണ്ട് ആ പണം നമ്മൾ കളയരുത് എന്ന് നമ്മൾ പറയുമ്പം, അപ്പം നമ്മൾ ഇമോഷണലി ഇത്തരം വിഷയങ്ങൾ പറയുമ്പം ആളുകൾക്ക് അത് ഏറ്റവും കൂടുതൽ അവർക്ക് മനസ്സിലാകും. അതവരെ മനസ്സിനെ സ്വാധീനിക്കും. യഥാർത്ഥത്തിൽ അതവരെ മനസ്സിനെ സ്വാധീനിക്കും. അപ്പം നമ്മുടെ എല്ലാ പ്രസംഗവും ഇമോഷണലി കണക്റ്റ് ആവണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറഞ്ഞത് ഈ ഇമോഷണലി ഓഡിയൻസുമായി കണക്ട് ചെയ്യുമ്പം അത് അവർ മനസ്സിനെ സ്വാധീനിക്കും. അപ്പം അവർ ആക്ഷൻ പോയിന്റ് എടുക്കും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരിലേക്ക് എത്തും. അപ്പം നമ്മൾ കുറേ ഫിലോസഫിക്കലായിട്ട് ഇങ്ങനെ സംസാരിക്കാതെ ഇത്തരം ഇമോഷണലി ഓഡിയൻസുമായി അടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്പീച്ചിൽ നമ്മൾ എഴുതണം എങ്ങനെയാണ് ഇമോഷണലി അവരുമായിട്ട് നമുക്ക് അറ്റാച്ച് ആവാൻ പറ്റുക എന്നുള്ളത് നമ്മൾ എഴുതണം. ഇതാണ് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, നമ്മൾ കേൾക്കുന്ന സദസ്സിന് താല്പര്യമുള്ള വിഷയമായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്. ഒരു രാഷ്ട്രീയ സംഘടനയുടെ പരിപാടിയാണെങ്കിൽ അവിടെ പോയിട്ട് മതപരമായിട്ട് സംസാരിച്ചുകൊണ്ട് ചിലപ്പോൾ അത് അവർക്ക് ആ ഓഡിയൻസിന് അത് ഇഷ്ടപ്പെട്ടോളുന്നില്ല. ഒരു ഗാനമേള നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മളൊരു മതപ്രഭാഷണം നടത്തിയാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. മതപ്രഭാഷണം നടത്തുന്ന സ്ഥലത്ത് ഒരു ഗാനമേളയെക്കുറിച്ച് പറഞ്ഞാൽ അതും ഇഷ്ടപ്പെടില്ല. അപ്പം നമ്മൾ സംബോധന ചെയ്യുന്ന ഓഡിയൻസ് ആരാണോ അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പ്രസംഗം എഴുതുമ്പം പ്രിപ്പയർ ചെയ്യുമ്പം
ഈ വിഷയം അവർക്ക് താല്പര്യമുള്ളതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഉദാഹരണം, അപ്പോൾ ഞാൻ പ്രവാസികളോട് ചോദിക്കും, നിങ്ങളിൽ 20 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്ന എത്ര പേരുണ്ട്, 25 വർഷമായി ജോലി ചെയ്യുന്ന എത്ര പേരുണ്ട്? അപ്പോൾ അവരിങ്ങനെ കൈപൊക്കും. ഞാൻ ചോദിക്കും, നിങ്ങളിൽ സാമ്പത്തികമായി സുരക്ഷിതരാണ് എന്ന അഭിപ്രായമുള്ള എത്ര പേരുണ്ട്? അപ്പോൾ അതിൽ കുറേ ആളുകൾ കൈപൊക്കും, കുറേ ആളുകൾ പിന്നെ പറയും ഓക്കെയാണ്, കുറച്ച് സ്ഥലമുണ്ട്, കുറച്ച് വരുമാനമുണ്ട് എന്ന് പറയും. അപ്പോൾ ഇതിൽ ഒരു 6 മാസത്തെ ശമ്പളം ഇപ്പോൾ സേവായി കിടക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? അപ്പോൾ വളരെ കുറഞ്ഞ ആളുകളൊക്കെ ഇങ്ങനെ കൈപൊക്കും. ജോലി നഷ്ടപ്പെട്ടാൽ നാളെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ജീവിക്കാനുള്ള വരുമാനമുണ്ടോ? നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു 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 സംവിധാനങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചില ആളുകൾ കൈപൊക്കും, വളരെ കുറഞ്ഞ ആളുകൾ കൈപൊക്കും. അപ്പം 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 ഇതാണ് ഇന്ന് സംസാരിക്കുന്നത്. നമുക്ക് എങ്ങനെ സാമ്പത്തികമായി സുരക്ഷിതരാവാം? അപ്പം ജോലി നഷ്ടപ്പെട്ടാലും ജീവിക്കാനുള്ള വരുമാനം നമുക്ക് വേണം. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എന്ന് പറയുമ്പം ഈ ആളുകളുമായിട്ട് നമ്മൾ കണക്റ്റായി. ഇത് അവർക്ക് വേണ്ടിയുള്ള സംസാരമാണ് സംസാരിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ്. അപ്പം ഇവിടെ ആഗോളവൽക്കരണമോ ഉദാരവൽക്കരണമോ ഒന്നും അല്ല സംസാരിക്കുന്നത്, ഇവിടെ നമ്മുടെ കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പം അവർക്ക് വലിയ താല്പര്യമാവും, അവർ ഈ പ്രസംഗം കേൾക്കാൻ വേണ്ടി തയ്യാറാവും. ഇതാണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യമെന്ന് പറയും. ഓഡിയൻസിൻ്റെ താല്പര്യത്തിനനുസരിച്ചായിരിക്കണം ഉണ്ടാവേണ്ടത്. നാലാമത്തെ ഒരു പ്രധാനമായ കാര്യം, നമ്മൾ ഈ കുറേ ഫിലോസഫിക്കലായിട്ട് സംസാരിക്കാതെ കഥകളിലൂടെ, അനുഭവങ്ങളിലൂടെ, സംഭവങ്ങളിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പറയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ജീവിക്കാൻ വരുമാനം ഉണ്ടാവുമോ? അതുകൊണ്ട് നിങ്ങൾ പൈസയൊക്കെ എടുത്തു വെക്കണം, സേവ് ചെയ്യണം, അങ്ങനത്തെ ഒരു ജീവിതം നിങ്ങൾ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് അത് മനസ്സിലാവില്ല. അതേസമയം ഒരു കഥ രൂപത്തിൽ അത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആളുകൾക്കത് പെട്ടെന്ന് ദഹിക്കും. അപ്പോൾ കഥ പറയുമ്പോൾ അവർക്കത് ഇഷ്ടമാവും, അത് അവർ ശരിക്കും കേൾക്കും, അത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കും. അപ്പം ഞാൻ ഈ പ്രവാസികളുടെ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പം, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ അറിയുന്നവൻ, കഴിയുന്നവൻ മാത്രമേ ഉപയോഗിക്കാവൂ. അല്ലാതെ സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്തവർ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കരുത് എന്ന് പറയാൻ ഞാനൊരു അബുദാബിയിലെ ഒരു സ്റ്റോറി പറയാറുണ്ട്. അപ്പം നടന്നൊരു സ്റ്റോറിയാണ്. അപ്പം അവിടെ പിന്നെ 10-20 വർഷം ഒരു വാപ്പ ഒരു മകനെ വളർത്തി വലുതാക്കി. അങ്ങനെ അവസാന മകൻ പിന്നെ ദുബൈയിലേക്ക്, ഷാർജയിലേക്ക് എത്തുകയാണ്. അബുദാബിയല്ല, ഷാർജയിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഈ വാപ്പ സന്തോഷമായി, കാരണം മകൻ വന്നല്ലോ. ഇനി വാപ്പാക്ക് നാട്ടിൽ പോയി കുടുംബത്തോടൊപ്പം ജീവിക്കാമെന്നൊക്കെ സ്വപ്നം കണ്ടിങ്ങനെ നിൽക്കുമ്പം ഒരു ദിവസം ഈ വന്ന് ഒരു 3-4 മാസം ആയപ്പോൾ ഒരു ദിവസം ഈ മകൻ ആത്മഹത്യ ചെയ്തതായിട്ടുള്ളൊരു മെസ്സേജ് കിട്ടുകയാണ്. അപ്പം ഈ മകൻ ആത്മഹത്യ ചെയ്തു. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് ആർക്കും ആദ്യം മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത്, ക്രെഡിറ്റ് കാർഡിൽ വലിയ സംഖ്യ കടം വന്ന് വേറൊരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് അതിലും വലിയൊരു സംഖ്യ കടം വന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഉത്തരം കിട്ടാതെ അദ്ദേഹം ഉത്തരത്തിൽ തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. അപ്പം ഇതൊരു കഥ രൂപത്തിൽ നമ്മൾ പറയുമ്പം അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു വലിയ ഗൗരവമുള്ളൊരു വിഷയമാണിത്. നമ്മുടെ ജീവിതം വരെ എടുത്ത് നശിപ്പിക്കേണ്ട, ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നമ്മെ തള്ളിവിടും ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് ആണ് നമ്മൾ ഈ ആളുകളോട് പറയുന്നത്. അപ്പോൾ ഒരു കഥ രൂപത്തിൽ പറയുമ്പം അതവർക്ക് വലിയ ഇഷ്ടമായി, അതവരിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ എന്തൊക്കെ കഥകളാണ് പറയേണ്ടത് എന്ന് നമ്മളൊരു പ്രസംഗം ഉണ്ടാക്കുമ്പം നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ വളരെ പ്രധാനമായും പറഞ്ഞത്, ഒന്ന്, നമ്മൾ ഫൈൻഡ് ദ പ്രോബ്ലം ടു ബി സോൾവ്ഡ്. ഈ ഒരു പ്രസംഗം കൊണ്ട് എന്ത് വിഷയമാണ് പരിഹരിക്കാൻ പോകുന്നത് എന്ന് പറയണം. രണ്ടാമത് ഞാൻ പറഞ്ഞു, പിന്നെ ഓഡിയൻസുമായി നമ്മൾ ഇമോഷണലി സംസാരിക്കാൻ പറ്റണം എന്ന് പറഞ്ഞു. മൂന്നാമത് നമ്മളൊരു പ്രസംഗം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഓഡിയൻസിന് താല്പര്യമുള്ള കാര്യങ്ങളായിരിക്കണം നമ്മുടെ പ്രസംഗം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവരുമായിട്ട് ഈ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ ഓഡിയൻസിന് താല്പര്യമുള്ള വിഷയത്തിലായിരിക്കണം നമ്മുടെ പ്രസംഗം തുടങ്ങേണ്ടത്. നാലാമത് ഞാൻ പറഞ്ഞു, കഥകളിലൂടെ കാര്യം പറഞ്ഞു കൊടുത്താൽ അത് അവരിലേക്ക് ഏറ്റവും കൂടുതൽ ആ മെസ്സേജ് അവരിലേക്ക് എത്തും. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു പ്രസംഗം ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടി വേണ്ട കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. അപ്പോൾ ഒരു പ്രസംഗം ഉണ്ടാക്കുമ്പം അതിൻ്റെ തുടക്കം, നമ്മൾ ഓപ്പണിങ്, എന്താണ് നമ്മൾ സംസാരിക്കുന്നത്, ഞാൻ എന്താണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്, സംസാരിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നേട്ടം എന്താണ്, നിങ്ങൾ ഇത്രയും സമയം എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത് എന്നൊരു ആമുഖം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറഞ്ഞു. അങ്ങനെ നമുക്ക് 3 കാര്യം പ്രധാനമായി പറഞ്ഞാൽ മതി. സാധാരണ ഒരു പ്രസംഗത്തിന് 3 കാര്യം പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം എടുക്കുന്നു, ഇതാണ് വിഷയം, അതിൽ നമ്മളൊരു സ്റ്റോറി പറയുന്നു. അങ്ങനെ ആ ഒരു സ്റ്റോറി പറഞ്ഞ് എന്നിട്ട് പറയാം, ഈ സ്റ്റോറി പറഞ്ഞതിന് ശേഷം പറയാം, ആ സ്റ്റോറിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് എന്ന് പറയാം.
അങ്ങനെ രണ്ടാമത്തെ ആ ഒരു പോയിന്റ് കഴിഞ്ഞ് രണ്ടാമത്തെ പോയിന്റിലേക്ക് വന്നു. പോയിന്റ് എന്താണെന്ന് പറയാം, അതിനൊരു കഥ പറയാം, അല്ലെങ്കിൽ ഒരു സംഭവം പറയാം, അല്ലെങ്കിൽ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ പറയാം. എന്നിട്ട് പറയാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറയാം. അങ്ങനെ രണ്ടാമത്തെ പോയിന്റും കഴിഞ്ഞ് മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാം. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. ഈ മൂന്നാമത്തെ പോയിന്റിന് ഒരു കഥ പറയുന്നു. ഈ കഥയുടെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞിട്ട് ആ വിഷയം പറയുന്നു. എന്നിട്ട് പറയാം, എന്നിട്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നാലാമത്തെ ഭാഗം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് 1 ഇതാണ്, 2 ഇതാണ്, 3 ഇതാണ്. ഈ 3 കാര്യങ്ങളും നിങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കൊരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. ആദ്യത്തെ പോയിന്റ് അതിനൊരു സ്റ്റോറി, രണ്ടാമത്തെ പോയിന്റ് അതിനൊരു സ്റ്റോറി, മൂന്നാമത്തെ പോയിന്റ് അതിനൊരു സ്റ്റോറി, കൺക്ലൂഷൻ. ഇങ്ങനെയാണ് ഒരു സ്പീച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരും പ്രസംഗിക്കാൻ റെഡിയാണ്. പ്രസംഗം ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയാം, പ്രസംഗം എഴുതാൻ നിങ്ങൾക്കറിയാം. എങ്ങനെ ഒരു ആളുകളെ സ്വാധീനിക്കുന്ന ഒരു പ്രസംഗം ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്രസംഗിക്കണമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന മുഴുവൻ ആളുകളിലേക്കും നമ്മുടെ ഈ മെസ്സേജ് എത്തണം. പ്രസംഗിക്കണം, പക്ഷേ എനിക്ക് പ്രസംഗം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ മുഴുവൻ ആളുകളിലേക്കും നമ്മുടെ ഈ ഒരു സന്ദേശം നിങ്ങൾ എത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് എഴുതണം. നമുക്ക് മറ്റു വിഷയങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.